ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇത് നമ്മളെടുത്തിരിക്കുന്ന തൂരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ്. ഒരു 2 പിടിയോളം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കാവൂ. കാരണം ഇതങ്ങ് വെന്തുടയാൻ പാടില്ല. വേവണം എന്നാൽ അങ്ങ് ഉടയുന്ന പരുവാവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. കണ്ടു കഴിഞ്ഞാൽ വേവാത്ത പോലെ തോന്നും, പക്ഷേ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉടയും. ആ ഒരു പരുവായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇതങ്ങ് വെന്തുടയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചില പരിപ്പിനൊക്കെ തീരെ വേവ് ഉണ്ടാവില്ല, അപ്പോൾ അത് വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേറൊരു പാത്രത്തിൽ സാധാരണ രീതിയിൽ വേവിച്ചെടുത്താലും മതി. കുക്കറിൽ വെക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പരിപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി മതി, 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ആ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. വേറെ നമ്മൾ പൊടികളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ ആദ്യം വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം പ്രഷർ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുക. ഒരുപാട് നേരം അങ്ങനെ വെച്ചിരിക്കരുത്, വെന്തു പോവും. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് ആയി വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒരു 10ഓളം ചെറിയ ഉള്ളി എടുക്കാം. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. വലിപ്പം കുറഞ്ഞതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മിക്സിയിലൊന്ന് പൾസ് മോഡിൽ കറക്കി എടുക്കാം, അല്ലെങ്കിൽ കല്ലിലൊന്ന് ചതച്ചെടുത്താലും മതി. ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും കൂടി ചേർക്കാം. വലിയ വറ്റൽമുളകൊക്കെ ആണെങ്കിൽ 1-2 എണ്ണം മതിയാവും കേട്ടോ. എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ബാലൻസ് ചെയ്തോളൂ. ഇനി നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുക്കാം. അരഞ്ഞു പോകരുത്, ചതഞ്ഞ് കിട്ടിയേ പാടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടികല്ലിൽ ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അത് വലിയ ഉള്ളിയൊക്കെ ഞാൻ 1-2 പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടു കേട്ടോ. അല്ലെങ്കിൽ എല്ലാം പല അളവായി പോവും ചതച്ചെടുക്കുമ്പോൾ. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതൊന്ന് ചതച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ്, ഒരു പച്ച കുത്തൊന്ന് മാറി കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞ് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറണം, അത്രയേ ഉള്ളൂ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ സവോള മതി കേട്ടോ. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ അരമുറി മതിയാവും. ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ സവോള ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ചേർത്തിട്ട് ആ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം വിറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു പിടിയോളം തേങ്ങ എടുക്കണം കേട്ടോ. ചിരകിയ തേങ്ങ എടുക്കാം. അതും കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ തേങ്ങയിലൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ പരിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വറ്റൽമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ബാലൻസ് ചെയ്താൽ മതി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വേവുള്ള പരിപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പരിപ്പാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഒരുപാടങ്ങ് കുഴയത്തൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ട്, എന്നാൽ ഒരുപാടങ്ങ് ഉടയുന്ന പരുവമല്ല. ഇത് നമുക്ക് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം, കുറച്ചൊരു കുഴഞ്ഞ പരുവത്തിൽ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നാലും തീരെ ഡ്രൈ ആക്കി എടുക്കുന്നതിലും നല്ലത് കുറച്ച് ചെറിയൊരു കുഴവുള്ളത് നല്ലതാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വെന്ത് പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെന്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചിക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ വലിയ തവിയൊന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ തവി കൊണ്ട് ജസ്റ്റ് ഒരുപാടിട്ട് കുത്തി ഉടയ്ക്കരുത്. കുത്തി ഉടച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ തവി കൊണ്ടൊക്കെ ചിക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ചെറിയൊരു കുഴവുള്ളപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരിക കേട്ടോ. എന്നാൽ ഇത് ഓവർ കുഴഞ്ഞു പോരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാടങ്ങ് സെപ്പറേറ്റ് ആയിട്ട് കിടന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ശരിക്കും നമ്മുടെ ആ ഒരു തോരൻ്റെ പോലെ തോന്നും കേട്ടോ. എനിക്ക് അതത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്ത് ഒന്ന് ചിക്കി എടുക്കുക. ഓവറിട്ട് കുത്തി ഉടയ്ക്കാതിരുന്നാൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാമ്പാർ പരിപ്പ്, തൂരപ്പരിപ്പ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. അതുപോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയാൻ മറക്കരുത് കേട്ടോ. കാരണം നമുക്ക് കൂടുതൽ പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ ഒരു റെസിപ്പി ഏതാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് റെസിപ്പീസ് ഉണ്ട് പ്ലേലിസ്റ്റിൽ. തൂരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതുവരെ നമ്മൾ തൂരപ്പരിപ്പുണ്ട്, സാമ്പാർ പരിപ്പുണ്ട്, ഏതൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് അതിലുണ്ടാവും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.